ഹലോ ഗൈസ്, ഞാൻ ഇന്നെൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഞങ്ങളുടെ അപ്പുറത്തെ ചേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ചേച്ചിയുടെ മോളാണ് ഈ കുട്ടി വരുന്നത്. ഇതാണ് ഇവളുടെ ബിരിയാണി ശ്രീകുട്ടി, ഞങ്ങളുടെ ശ്രീകുട്ടി കേട്ടോ. കുഞ്ഞിലെ തൊട്ടേ ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്ന് വളർത്തിയ കൊച്ചാണ് കേട്ടോ. അപ്പോൾ അവളെല്ലാം അന്ന് ഇന്ന് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അമ്പലത്തിൽ നിന്ന് അന്നദാനം ഉണ്ട്, അപ്പോൾ അത് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മുടെ വയലും കാടെല്ലാം പുല്ലൊക്കെ കയറി ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അമ്പലത്തിൽ ഉത്സവമൊക്കെ ആവുന്ന സമയത്ത് അതെല്ലാം ക്ലീൻ ചെയ്ത് അവർ ആൾക്കാരൊക്കെ നിർത്തിയിട്ട് അവിടെ എല്ലാം ക്ലീൻ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അമ്പലത്തിൻ്റെ ഞാൻ കുറച്ച് വീഡിയോയിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ഇടുന്നില്ല. അങ്ങനെ ഇടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അമ്പലത്തിന് നേരെയുള്ള വീഡിയോ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അപ്പം നമ്മൾ ചെന്നപ്പോൾ വലിയ ക്യൂ ഒന്നുമില്ലായിരുന്നു കേട്ടോ. രണ്ട് സൈഡിൽ കൂടെയാണ്. പക്ഷേ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ. പാത്രമൊന്നും നമ്മളെ തരില്ല. അവർ ഫുഡ് ഫുള്ളിട്ടതിന് ശേഷം എത്തുള്ളൂ. അപ്പം നമുക്ക് ഫുഡെല്ലാം നമ്മൾ വരിക്കിൽ നിന്ന് വാങ്ങിച്ചൊക്കെ ഉണ്ട്. അവിടെ പന്തലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറിയിരുന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നിരന്നിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്നും വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. കാര്യം ചില വീഡിയോ വിരോധികളുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ചോറ് കഴിക്കാനായിട്ട് സാമ്പാറും നല്ല പച്ചടി, പിന്നെ നമ്മുടെ അവിയൽ, തോരൻ, അച്ചാർ, ഇതൊക്കെ ആയിരുന്നു. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ, സേമിയ പായസം. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ദാണ്ട് ഇങ്ങനെ വയലിക്കൂടി ആ പെരുവെയിലെന്ന് പറഞ്ഞാൽ പോരാ ഭഗവാനെ, പെരുവെയിൽ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് കയറി വന്നതാണ് കേട്ടോ. ഇനിയൊരു ക്ഷീണമാണല്ലോ. അപ്പം ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് 10 മിനിറ്റ് അവിടെ നിന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണ്ടേ, ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, നമുക്കൊരു 10-15 മിനിറ്റ് മതി. അതപ്പം ഞങ്ങൾ പോവാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.